بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فتح المبين 33ാമത്തെ സബഖ് ثم رأيت بعضهم ചില പണ്ഡിതന്മാരെ ഞാൻ കണ്ടു قال ആ ബാദ് പറഞ്ഞു ഇന്നഹു തഅലീൽ ലിമാ ഖബലഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറഞ്ഞത് അതിന്റെ മുമ്പുള്ളതിന് എന്താണ് ഇല്ലത്താണ്. അതായത് നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു എന്നാണല്ലോ ഇഹ്സാനെ പറ്റി പറഞ്ഞു കൊടുത്തത്. അതിന്റെ ഇല്ലത്തായിട്ട് വരും ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നാണ് ബഅദ് പറഞ്ഞതായി ഞാൻ കണ്ടത്. കാരണം ഫഇന്നൽ അബ്ദ ഇദാ ഉമിറ ബിമുറാഖബത്തില്ലാഹി സുബ്ഹാനഹു വതആല ഫീ ഇബാദതിഹി വസ്തിഹ്ലാരി ഖുർബിഹി മിൻഹു ഹത്താ കഅന്നഹു യറാഹു ശഖ അലൈഹി ദാലിക. ഒരടിമ അവന്റെ ഇബാദത്തിൽ അല്ലാഹു തആലയെ നിരീക്ഷിക്കണം, സൂക്ഷിക്കണം. അല്ലാഹുവിനോട് അവന്റെ അടുപ്പിനെ അവൻ സാന്നിധ്യമാക്കണം. അവൻ റബ്ബിനെ കാണുന്നത് പോലെ അങ്ങനെ ആകുന്നത് വരെ സാന്നിധ്യമാക്കണം അടുപ്പിനെയും. അതോടുകൂടത്തെ അല്ലാഹു തആല ഇബാദത്തിൽ എന്ത് വേണം, സൂക്ഷിക്കണം, നിരീക്ഷിക്കണം. അത്രത്തോളം കാര്യങ്ങളെ കൊണ്ട് ഒരു അടിമയോട് കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അടിമയുടെ മേൽ പ്രയാസമാണ്. ആ പ്രയാസം വന്നപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് പറയുന്നു വയസ്തഈനു അലൈഹി ബിഈമാനിഹി ബിഅന്ന അല്ലാഹ സുബ്ഹാനഹു വതആല മുത്തലിഉൻ അലൈഹി ലാ യഖ്ഫാ അലൈഹി മിൻഹു ഷൈഉൻ. അപ്പൊ പിന്നെ എന്ത് വേണം, അതിന്റെ മേൽ അവൻ സഹായം തേടുക. എന്തുകൊണ്ട്? അവൻ വിശ്വസിക്കണം അല്ലാഹു തആല അവന്റെ മേൽ വെളിപ്പെടുന്നവനാണ്. അല്ലാഹു തആല കാണുന്നു, അറിയുന്നു. ഒന്നും അള്ളാന്റെ മേല് അവനിന്ന് മറച്ചു വെക്കാൻ കഴിയുമല്ല, അല്ലാഹു തആലക്ക് അറിയാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് അതിന്റെ മേൽ അവൻ സഹായം തേടും. എന്തിന് അങ്ങനെ ആവണമെന്ന് പറഞ്ഞത്? യസ്ഫുല അലൈഹി അൽ ഇന്തിഖാലു ഇലാ ദാലിക്കൽ മഖാമിൽ അക്മൽ. ആ പരിപൂർണമായിരിക്കുന്ന ഒരു മഖാമിലേക്ക്, മുമ്പ് പറഞ്ഞ പരിപൂർണ മഖാമുണ്ട്, റബ്ബിനെ കാണുന്നത് പോലെ, അത് അക്മലായ മഖാമാണ്. ആ ഒരു സ്ഥാനത്തേക്ക് നീങ്ങൽ അവന് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ ഈ വിശ്വാസം. അല്ലതി ആ അക്ബർ മഖാമു ഹുവ മഖാമു ശുഹൂദിൽ അക്ബർ. അള്ളാഹുവിനെ കാണുക എന്ന നേരിട്ട് കാണുന്ന രൂപത്തിലുള്ള ഒരു ശുഹൂദ് സാന്നിധ്യമാണല്ലോ. ആ ഒരു സാന്നിധ്യത്തിന്റെ മഖാമാണ് മഖാമുൽ അക്മൽ. ആ മഖാമുൽ അക്മലിലേക്ക് നീങ്ങാൻ അടിമക്ക് എളുപ്പമാവണമെങ്കിൽ ഇതിനൊരു സഹായമായിട്ട് ഇത് വേണം, അപ്പോഴേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് രണ്ടാമത്തത് ആദ്യത്തിന് ഇല്ലത്താണ് എന്ന് പറഞ്ഞത്. അപ്പോ അന്താബുദല്ലാ, നീ അള്ളാഹ്ക്ക് ആരാധിക്കണം, അന്നക തറാഹു, നീ അള്ളാഹിനെ കാണുന്നത് പോലെയാണ്. അപ്പോൾ ഇബാദത്തിൽ നീ അള്ളാഹുനെ തന്നെയാണ് നിരീക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. അള്ളാഹിനെ കുറിച്ചുള്ള സാന്നിധ്യവും അടുപ്പും നിന്റെ മനസ്സിൽ വേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അതൊരടിമയെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച് പ്രയാസമാണ്. ആ ഒരു പ്രയാസത്തിന്റെ മേൽ സഹായം തേടുന്ന പരിപാടി എന്താ? അള്ളാഹ് എല്ലാം അറിയുന്നുണ്ട്. അല്ലാഹു തആല തൊട്ടൊന്നും എന്താവുന്നില്ല, മറച്ചു വെക്കാൻ കഴിയുന്നില്ല എന്നൊരു വിശ്വാസം അടിമക്കുണ്ടാവും. അതാണ് നീ അള്ളാഹിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നു എന്ന് പറഞ്ഞത്. ആ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പൊ പിന്നെന്താണ്, നീ അള്ളാഹിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹിന്റെ സാന്നിധ്യം നിന്റെ മനസ്സിലുണ്ടായി. അത് ഏറ്റവും പരിപൂർണമായ മഖാമാണ്. അവിടേക്ക് എത്താൻ കാരണം ഇതാണ്. വമിനൽ ബഈദി വഖഉ ബഅദി സൂഫിയ്യത്തി അലാ തറാഹു സാനി. ഇവിടെ വളരെ ബഈദായിൽപ്പെട്ട ഒന്നാണ് എന്ത്, സൂഫിയാക്കളിൽ ചിലര് എന്ത് ചെയ്തു, രണ്ടാമത്തെ തറാഹു എന്ന് പറഞ്ഞില്ലേ, ആ രണ്ടാമത്തെ തറാഹു എന്നതിന്റെ മേലിൽ വഖഫ് ചെയ്തിട്ടുണ്ട്. അവിടെ നിർത്തിയിരിക്കുന്നു. കാരണം എന്തുകൊണ്ട്? അവര് വിചാരിച്ചു അന്നൽ മുറാദ, ഈ ഹദീസിലെ മുറാദ് അന്നക്ക നിശ്ചയമായിട്ടും നീ
ഇതാ ഫനൈത്ത അൻ നഫ്സിക, നീ നിന്റെ നഫ്സിനെ തൊട്ട് എന്താ നശിച്ചു. നിന്റെ നഫ്സിനെ കുറിച്ചേ ഒന്നും നീ ഓർക്കുന്നില്ല, പറ്റ നശിച്ചുപോയി. ഫലം തറഹ ഷൈഅൻ, അപ്പൊ നീ എന്തായില്ല, ഒന്നും നിന്റെ ശരീരത്തെ കുറിച്ച് ഇത് കാണുന്നേ ഇല്ല. കാരണം ശരീരം തന്നെ ഒന്നും ഇല്ലല്ലോ പനക്ക്. അങ്ങനെ വന്നപ്പോ സാഹത്ത റബ്ബക്ക, നീ നിന്റെ റബ്ബിന്റെ സാന്നിധ്യത്തിലായിപ്പോ. ഇപ്പൊ നീയും റബ്ബും അത്ര അടുപ്പത്തിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത് അവർ വിചാരിച്ചു. കാരണം അന്നഹ, ഈ നഫ്സ് എന്ന സാധനം, അൽ ഹിജാബ് ബൈനക വബൈന ശുഹൂദി, അല്ലാഹു തആലാന്റെ സാന്നിധ്യവും നിന്റെയും വെളിയിൽ മറയായി നിൽക്കുന്ന ശരീരാ. അപ്പൊ ആ ശരീരം നശിപ്പിച്ചു കിട്ടും. എന്നിട്ട് നീ അള്ളാഹുവിന്റെ സാന്നിധ്യം കരസ്ഥമാക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അന്നക തറാഹു ഫഇല്ലം തകുൻ തറാ എന്ന് കൂട്ടി രണ്ടാമത്തേലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ വഖഫ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാരുടെ വഖഫായിട്ടുണ്ട്. രണ്ടാമത്തെ തറാവിനെ കുറിച്ച് എന്താന്നുള്ളത് നിന്നുപോയി. ആ വഖഫ് എന്താണ്, വായിദാണ്, അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. വൽ മാന, ഇവിടെ അർത്ഥം വഇൻ സഹ, അത് ശരിയാണ് എങ്കിലും, ഇല്ല അന്ന ലഫ്ദൽ ഹദീസ്, എങ്കിലും ഹദീസിന്റെ പദം ലാ യന്തബിഖു അലൈഹി, ആ രണ്ടാമത്ത് പറഞ്ഞ അതിന്റെ മേലെന്താവുന്നില്ല, യോജിച്ചു നിൽക്കുന്നില്ല. അപ്പൊ ഇവർക്ക് തൻസീലു അലൈഹി ജഹ്റും മിൻ ഖായിലിഹി ബിഖവായിദിൽ അറബിയ്യത്തി വഅസാലിബിഹ, അറബികളുടെ വഴികളുടെ റൂട്ടുകൾ എന്താണോ അറബി ഭാഷയുടെ, അതും അറബിയുടെ ഭാഷയുടെ നിയമം എന്താണെന്നോ അറിയുന്നില്ല. അത്തരം നിയമങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ ആൾക്ക് അറിയൂല. അങ്ങനെ അറിയാതെ പോലെ അതിന്റെ മേൽ തൻസീലാക്കി ഇറക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശം ഇവിടെ വേണ്ടതില്ല. അതാണ് വായിതെന്ന് പറഞ്ഞ സൂഫിയാക്കൾ ചിലർ അങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താ, നഫ്സിനെ എന്താക്കണമെന്നില്ല, നശിപ്പിക്കണ ആവശ്യമൊന്നുമില്ല. നഫ്സ് അവിടെ ഉണ്ടായിക്കോട്ടെ, അതോടൊപ്പം തന്നെ അള്ളാഹ് കാണുന്നു, വ്യക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇബാദത്ത് ചെയ്യാം, ഇഖ്ലാസ് ഉണ്ടാക്കാൻ നോക്കുക. അതാണ് ഇഹ്സാൻ. തീര പറയപ്പെട്ടിട്ടുണ്ട് വബിൽ ഹദീസി ദലാലത്തുൻ അല അന്ന റുഇയതു സുബ്ഹാനഹു വ തആല ഫിദ്ദുനിയ മുംകിനത്തുൻ അഫല. ഈ ഹദീസിന് മനസ്സിലായത്, ബുദ്ധിപരമായി ചിന്തിച്ചാൽ ദുനിയാവിൽ വെച്ച് അള്ളാഹനെ കാണാൻ പറ്റും എന്ന് ഇൻകാരാണ്. ബുദ്ധി കൊണ്ട് ആരും തർക്കിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. കാരണം അങ്ങനെ ഇതിൽ ഹദീസിന് മനസ്സിലാക്കാം. കാരണം അന്ന ലം, ഇവിടെ ലം തറാഹുനല്ലേ, ലം തറാഹുനല്ല ലമ്മ് നഫീൽ മുംകിനി, അവിടെ മുംകിനെ നഫി ചെയ്യാനാണ്, റുഇയത്തിനല്ല, മുംകിന്. അപ്പൊ ബുദ്ധിപരമായിട്ട് കാണാൻ കഴിയുമെന്ന് അവിടെ ഉണ്ട്. അതിനാണ് ദുനിയാവിൽ വെച്ചിട്ട് കാണാൻ പറ്റുമെന്നൊരു ഇൻകാറുണ്ടായപ്പോ ആ ഇൻകാരോട് എന്ത് ചെയ്ത് നഫി ചെയ്ത കഴിയൂല. ലം യഖും ബിഖിലാഫില്ല, ജയ്ദിനെ പോലെ ലം യഖുൻ, ജയ്ദ് നിന്നിട്ടില്ല. അപ്പൊ ലം യഖുൻ, ജയ്ദുൻ ലം യഖുൻ എന്ന് പറഞ്ഞാൽ ജയ്ദിനോട് എന്താ നിൽക്കാൻ പറ്റും, ഖിയാമുണ്ടോ, ഇംകാനാണ്. ആ ഖിയാമിനോട് എന്ത് ചെയ്തു, ഇംകാനാവുന്ന ഖിയാം നഫി ചെയ്തു ലമ്മു ഉണ്ടായപ്പോ. ബിഖിലാഫില്ല, ലാ കൊണ്ട് നഫി ചെയ്താൽ നേരെ ഇതില്ല. അതായത് ഹജരി ലാ യതീറു, അൽ ഹജറു ലാ യതീറു, കല്ല് പറക്കൂല. അതിന് മുഹാലായ കാര്യം തന്നെയാണ്, കല്ല് പറക്കൂലല്ലോ, അവിടെ ഇൻകാരില്ല. മറ്റത് മുംകിനായ നഫി ചെയ്യാൻ ലമ്മ് ഉപയോഗിക്കുന്നു, മുംകിനായ ആവണില്ലെങ്കിലോ അതിൽ ലാ ഉപയോഗിക്കുന്നു. ദുനിയാവിൽ വെച്ച് ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അള്ളാഹനെ കാണാൻ പറ്റും എന്നുള്ളത് യഥാർത്ഥം തന്നെയാണ്. അതില്ലായിരുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ചത് കാണാൻ കഴിയൂല എന്ന് വന്നാൽ ഒമിൻ സമ്മ, അങ്ങനെ പറ്റുമെന്നത് കൊണ്ടല്ലേ സഅലഹ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചത്. അങ്ങനെ ഇംകാണ്ടായതുകൊണ്ട് മുഹാലായ കാര്യമല്ലേ നബിയും സുബ്ഹാനഹു വ തആല, അള്ളാന്റെ മേലിൽ ജായിസാവാത്തൊരു കാര്യം ഒരു നബി ചോദിക്കുന്നതിൽ മുഹാലാണ്. മൂസാ നബി പ്രവാചകനല്ലേ, അപ്പോൾ ചോദിച്ചു. അപ്പൊ അത് മുഹാലല്ല, കാണാൻ പറ്റുന്നതന്നെയല്ലേ. കാരണം അന്നദാലിക ജഹ്റും ബില്ലാഹി തആല, അള്ളാന്റെ മേൽ ജായിസാവാത്തൊരു കാര്യം കൊണ്ട് ചോദിക്കാൻ പാടില്ല, ചോദിക്കൽ മുഹാൽ എന്ന് പറയാൻ കാരണം അള്ളാഹിനെ കൊണ്ടുള്ള ജഹലാണ് ആ ചോദിക്കല്. അഭിമായ യജ്ബുലഹു, അള്ളാഹ്ക്ക് നിർബന്ധമായ കാര്യം ഏതാണ് അതുകൊണ്ട് അറിയൂല.
യസ്തഹിലു അലൈ അള്ളാഹിന്റെ മേൽ മുസ്തഹിലായ കാര്യം എന്താ അതുകൊണ്ടും അറിയൂല. അങ്ങനെ അറിവില്ലാത്തൊരു ചോദ്യമായിട്ട് വരൂല അത്. അപ്പൊ വിവരമില്ലാതെ ചോദിച്ചു വരും. വൻ നബിയും അസൂമുൻ മിന്നു ഖത്വൻ, എത്തരത്തിൽ പ്രവാചകനൊക്കെ എന്താണ് ജഹിലിനെ തൊട്ട് കാക്കപ്പെട്ട ആളല്ലേ. അപ്പൊ മൂസാ നബി ചോദിച്ചു, ദുന്യാവെന്ന് അള്ളാഹിനെ കാണാൻ പറ്റും, അത് യഥാർത്ഥം തന്നെയല്ലെന്ന് മനസ്സിലായല്ലോ. അമ്മാവിൽ ആഖിറത്തി, അവന് ആഖിറത്തിലോ അതാ പയ്യ മുംകിനത്തുൻ ബൽ വാഖിയത്ത്, അത് കാണാൻ സൗകര്യമുണ്ട്, കാണും ചെയ്യും, അതുറപ്പാ. കമാ സറഹത്ത് ബിഹിൻ നുസൂസുൽ ഖുർആനിയ വൽ അഹാദീസുൻ നബവിയ്യത്തു അല്ലതി കാദത് തതാവറു കളവിന് മുഹാലാകാൻ പറ്റുന്ന അത്ര രീതിയിൽ തവാത്തുറിന്റെ എണ്ണത്തിലെത്തിയ നബിയുടെ ഹദീസുകളും വിശുദ്ധ ഖുർആൻ നസ്സുകളും അള്ളാഹുവിന്റെ ആഖിറത്തിൽ വെച്ച് കാണാൻ കഴിയും, അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എതിർക്കുന്ന കൂട്ടരാരാണ്? ബിദ്അത്തിന്റെ കക്ഷിക്കാർ ഖിലാഫുൽ മുഅ്തസിലത്തി ഫീ ദാലിക, ആഖിറത്തിൽ വെച്ചിട്ട് അള്ളാഹിനെ കാണും, ആ കാണൽ സംഭവിക്കും എന്ന വിഷയത്തിൽ മുഅ്തസിലത്തിന് എതിരാണ്. ഓനെ സംഭവിക്കൂലെന്ന് പറയുന്നുണ്ട്. അതങ്ങനെ പറയാൻ കാരണം വിവരം ഉണ്ടായിട്ടൊന്നുമല്ല, ലി സൂഇ ജഹ്ലിയും, മുഅ്തസിലത്തിന്റെ വിവരം മോശമായി, അതുകൊണ്ടാ അവർക്ക് വിവരക്കേടേ ഉള്ളൂ. അപ്പൊ ഫറത്തി ഇനാദിയും സുന്നത്ത് ജമാഅത്തിനോട് ശത്രുത കൂടുകയും ചെയ്തു. പിന്നെ തസറുബിബിൻ നുസൂസി ബി ആറാഹിമുൽ ഖാസിറത്തിൽ ഫാസിലത്തി, ബുദ്ധിശൂന്യമായിരിക്കുന്ന അഭിപ്രായങ്ങൾ, അത്തരം ഒരു അഭിപ്രായങ്ങളെ കൊണ്ട് ഖുർആനെ നസ്സുൽ അവർ കൈകാര്യം ചെയ്തു. ഇതൊന്നും പാടില്ല, അതാണ് അവർക്ക് പറ്റിയത്, അത് അംഗീകരിക്കില്ല. നഊദു ബില്ലാഹി സുബ്ഹാനഹു വ തആല മിൻ അഹ്വാലിഹിം, അവരുടെ അവസ്ഥകളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ അതാണ് കാവൽ ചോദിക്കുക, അത് വല്ലാത്തൊരു അപകടമാണ്. കാല, അപ്പൊ അത് കഴിഞ്ഞു, ഈസാനെ പറ്റി കഴിഞ്ഞു. അത് പറഞ്ഞു കൊടുത്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സ്വദഖത നബിയെ, നിങ്ങൾ പറഞ്ഞ സത്യാണല്ലോ എന്നായി. വഅഖറ ഹാദാ അനിൽ ഇസ്ലാമി വൽ ഈമാൻ, ഇസ്ലാം ഈമാൻ ഇതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ശേഷമാണല്ലോ ഇത് പറഞ്ഞത്. അപ്പൊ ഇതിനെ പിന്തിച്ചു. എന്തുകൊണ്ട്? ലിഅന്നഹു ഗായത്തു കമാലിഹിമ, ഇസ്ലാം ഈമാൻ അത് രണ്ടിന്റെയും കമാൽ അറ്റം എന്താണ്? ഈ സിദ്ഖാണല്ലോ, അതുകൊണ്ടാണ് പിന്തിച്ചത്. വൽ എന്ന് മാത്രമല്ല, വൽ മുഖവ്വിമു ലഹുമാ, ഈമാൻ ഇസ്ലാമിന് രണ്ടിനും ചൊവ്വാക്കുന്നതും സത്യം തന്നെയല്ലേ, അതുകൊണ്ടാ സദഖത്ത ഇതിനെ പിന്തിച്ചത്. കാരണം ഇത് അദ്മിഹി യതതറഖു ഇലൽ ഇസ്ലാമി ബിമഅൽ അഅമാലിൽ ലാഹിറ, ലാഹിറായ അമലുകൾ എന്ന അർത്ഥപ്രകാരം ഉണ്ടല്ലോ ഇസ്ലാമിന്റെ അർത്ഥം. ആ അർത്ഥപ്രകാരം വെച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് എന്ന് പറയുമ്പോൾ ലാഹിറായ പ്രകടമായ അമലുകൾ, ആ അമലുകളിലേക്ക് എന്താവും? ഈ തസ്ദീഖില്ല എങ്കിൽ അത് ഇല്ലാത്തത് കൊണ്ട് ചെന്നുമുട്ടും. ഹർറിയാ, ലോകമാന്യത, വശിർക്ക്, ഷിർക്ക്, ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? സിദ്ഖില്ലാത്തത് കൊണ്ടാണ്. ആ സിദ്ഖ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വരൂല. അതുകൊണ്ട് തന്നെയാണ് ഈമാൻ ഇസ്ലാമിനെ ചൊവ്വാക്കുന്നതും അത് രണ്ടിന്റെയും പരിപൂർണതയുടെ അറ്റവുമാണ് ഈ സിദ്ഖ് എന്ന് പറയാൻ കാരണം. വൈരൽ ഈമാനി അൻ നിഫാഖു, ഈമാനിലേക്ക് കാപട്യവും വന്നു ചേരും, അങ്ങനെ അപകടം വരും. അപ്പൊ യുദ്ഹിറു റിആഅൻ ഔ ഖൗഫൻ, അങ്ങനെ വരുമ്പോ എന്താകും? അത് അവർ റിയാഓ ഭയത്തെയോ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതിനെന്തായി? സദഖ, സിദ്ഖുണ്ടായി, പ്രശ്നമൊക്കെ തീരും. ഒന്നും തമ്മ. അതുകൊണ്ടല്ലേ ഖാലത്ത് ആല അള്ളാഹ് പറഞ്ഞത്, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, അതെ, അവൻ അവന്റെ വജ്ഹിനെ അള്ളാഹുവിലേക്ക് എന്തായി കീഴ്പ്പെടുത്തി കൊടുത്തു. എത്തരത്തിൽ അവൻ ഇഹ്സാൻ ഉള്ളവനാണ് എന്ന് പറഞ്ഞില്ലേ? അവിടെ കീഴ്പ്പെടുത്തുമ്പോൾ തന്നെ അതിൽ ഇഹ്സാൻ വന്ന് പറഞ്ഞു. ആ ഇഹ്സാൻ ഉണ്ടാവൽ എങ്ങനെയായിരിക്കണം? അത് സത്യത്തോടു കൂടി ആയിരിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. സുമ്മത്തഖവ ആമനു സുമ്മത്തഖവ അഹ്സനു അല്ലേ? അപ്പൊ ഇവിടെ ഇഹ്സാനെ പിന്തിച്ച കാര്യമാണ്, സ്വതക്കത്തല്ല, ഇഹ്സാനെ പിന്തിച്ച കാര്യമാണുള്ളത്. അപ്പൊ ഇഹ്സാൻ ഉണ്ടായ എല്ലാ കാര്യം റെഡിയായി, ഇഹ്സാൻ അല്ലെങ്കിൽ ഇല്ല. അതാണ് ഈ ആയത്തിലൊക്കെ പറയുന്നത്. ആദ്യം അസ്ലമ എന്ന് പറയുമ്പോൾ ഓ മോഹ്സിൻ എന്ന് പറഞ്ഞു, സുമ്മത്തഖവ ആമനു സുമ്മത്തഖവ അഹ്സനു ആണോ?
തഖ്വ വിശ്വാസം അല്ലേ, പിന്നെ തഖ്വ അഹ്സനു പറഞ്ഞു. അപ്പൊ ഇവിടൊക്കെ ഈസാൻ ലാസ്റ്റാ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ മനസ്സിലാണ് ഈമാൻ ഇസ്ലാമിന്റെ കമാലിയത്തും അതിനെ ചൊവ്വാക്കുന്നതും ഈസാൻ ആവുന്നു എന്ന് തിരിഞ്ഞല്ലോ. അപ്പൊ സറത്തു ഫീഹിമ, അപ്പൊ പിന്നെ ഈസാൻ ഈമാൻ ഇസ്ലാമിന് എന്താണ് നിബന്ധനയാണ്, അതില്ലെങ്കിൽ ഈമാൻ ഇസ്ലാം ശരിയാവുകയില്ല. ഇതിലും ഇതിന്റെ മുമ്പ് പറഞ്ഞതിലും ഉണ്ട് ദലീലും ഒരു ലക്ഷ്യമുണ്ട്. എന്ത്? അല അന്നൽ ഇസ്മ, നിശ്ചയമായിട്ട് ഈ പേര് വൈറുൽ മുസമ്മ, മുസമ്മ അല്ലാത്തതാണ് ഇസ്മ. മുസമ്മ എന്നല്ല, മുസമ്മ അല്ലാത്തതാണ്. കാരണം ഈ അന്ന ജിബിരില, നിശ്ചയമായിട്ടും ജിബിരിൽ അലൈഹിസ്സലാം അതാബി സുആലിബി ആസാമി, കുറെ പേരുകളെ കൊണ്ടാണ് തന്റെ ചോദ്യത്തിൽ ജിബിരിൽ അലൈഹിസ്സലാം കൊണ്ടുവന്നത്. എന്താണ് ഈസാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, ഇങ്ങനെ ഈ പേരുകളാണ്. വഹാദിഹി, ആ പേര് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമും താലിയാകും. അതിനോട് അടുത്ത് രണ്ടെണ്ണം, ഈമാനും ഇസ്ലാമും ഈസാനും. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പേര് വെച്ച് ചോദിച്ചപ്പോ ഫൗജിബൽ മുസമ്മയാത്തിഹ, അപ്പൊ അതിന്റെ മുസമ്മകളെ കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തത്. വലവിത്തഹദ, ഇസ്മും ആ മുസമ്മ രണ്ടും ഒന്നായിരുന്നുവെങ്കിൽ ലഅല്ലമഹ ജിബ്രീലു മൻ അല്ലമഹു ബി അസ്മാഇഹ, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്താകുമായിരുന്നു, അതിനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആർക്ക്? മൻ ഒരുത്തൻ അല്ലമഹു ബി അസ്മാഇഹ. അങ്ങനെ ആ ഇസ്മുകളുടെ, ആ മുസമ്മയുടെ പേരുകൾ, ആ പേരുകളെ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തത് ആരാണോ അത് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നേനെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യം ഇസ്മാണ്, മുസമ്മ മറുപടി കൊടുത്തു. അപ്പൊ രണ്ടും ഒരുപോലെ ആയിരുന്നുവെങ്കിൽ എന്നാ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിന് ആർക്കാണോ അതിന്റെ പേര് പഠിപ്പിച്ചു കൊടുത്തത് അതേപോലത്തെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതില്ലല്ലോ. അപ്പോ ആദ്യ മസ്അലത്തും തൗഹീദത്തും സൈൻ, ഇത് നീണ്ട ഒരു മസ്അലയാണ്. അതിലുള്ള അഭിപ്രായങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ മസ്അലയിൽ ഒരുപാട് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾക്ക് വലിയൊരു ഫായിദൊന്നും ഇല്ല, ഫലിത. അതുകൊണ്ട് അൽറബിന നിക്കായത്തിക്ക് നമ്മൾ അതിനോട് ഉദ്ധരിക്കലിനെ തൊട്ടെന്തായി പിന്മാറി. അതല്ല അസഹി മിൻഹു, അതിൽ അസഹായത് ഏതോ അത് മാത്രം നമ്മൾ ചുരുക്കി പറഞ്ഞു, അത്രേ ഉള്ളൂ. ബിദലീലി വസബ്ബിഹ്സ്മ റബ്ബിക, സബ്ബിഹ്സ്മ റബ്ബിക, നിങ്ങളെ റബ്ബിന്റെ നാമത്തിന് നിങ്ങൾ തസ്ബീഹ് അല്ലാതെ പറഞ്ഞത്. ഇൻ ജഅൽനാ ഇസ്മ ഫീഹി, ആ ആയത്തിലുള്ള ഇസ്മിനെ നമ്മൾ ആക്കുകയാണെങ്കിൽ സിലത്താകും, സബ്ബിഹ് എന്നതിനുള്ള മഖ്ബൂലാക്കി കൊണ്ടുവരികയാണെങ്കിൽ അല്ലാഹു കാര്യം എന്താണ്, വെളിവാണ്. എന്തായി? നിങ്ങൾ റബ്ബിന്റെ പേരിൽ നിങ്ങൾ തസ്ബീഹ് ആയിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊള്ളുന്നായി. ഔ വൈറസിലത്തിൽ ഇനി സില അല്ലാന്ന് വെക്കുക. എന്നാലോ ഫമാനു, അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം അന്നഹു യജിബു തൻസീഹുൽ ഇസ്മി, ഇസ്മിനെ മഹത്വവൽക്കരിക്കൽ നിർബന്ധമാകും. കമാ യജിബു തൻസീഹു മുസമ്മാഹു, ആ ഇസ്മിന്റെ മുസമ്മ ഏതാണോ ആ മുസമ്മയെ പരിശുദ്ധമാക്കി നിർബന്ധമല്ലേ, അതേ രൂപത്തിൽ തന്നെ ഇസ്മിനെയും പരിശുദ്ധമാക്കി നിർബന്ധമാണെന്ന് വരും സിലയല്ലാത്ത പ്രകാരം പോയാൽ. വഹുവ, ആ മുസമ്മ ഏതാ? അസ്സാത്തുൽ വാജിബുൽ വുജൂദ്, ഉണ്ടാവൽ നിർബന്ധമായ ദാത്ത്. അപ്പൊ അതിനെ മഹത്വവരിക്കൽ നിർബന്ധമല്ലേ എന്നതുപോലെ ഇസ്മിനെയും മഹത്വവരിക്കണം എന്ന് വരും സില അല്ലെങ്കിൽ. കാരണം അസഹായ അഭിപ്രായം അന്ന അസ്മ അല്ലാഹി തആല, നിശ്ചയമായിട്ടും അള്ളാന്റെ പേരുകളൊക്കെ തൗഖീഫിയാണ്. അത് ശറഅ് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ വെക്കണം. അവലാ യജൂസു അൻ യുസമ്മ സുബ്ഹാനഹു വതആല ഇല്ലാ മാ സഹ അനി ശാരിഇ അന്നഹു മിൻ അസ്മാഇഹി, ഇതൊക്കെ അള്ളാന്റെ പേരിൽ പെട്ടതാണെന്ന് ശാരിയ പറയണം. ആ ശാരിയെ തൊട്ട് ശരിയായി വന്നോ അതുകൊണ്ട് മാത്രമേ അള്ളാഹ്ക്ക് പേരേക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് എന്തു പറയുന്നത്, ശിലയല്ലെങ്കിൽ ഇങ്ങനെ, ശിലയാണെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നതാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ യഹ്യാ നബിയെ കിതാബ് നിങ്ങൾ പിടിച്ചോളി എന്നാണ്. എന്തിനു ശേഷം പറഞ്ഞത്?
ബഅദ ഖൗലിഹി ബിഉലാബിൻ ഇസ്മു യഹ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം യാ യഹ്യ ഖുദിൽ കിതാബ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യാ അയ്യുഹൻ നബിയോ, യാ അയ്യുഹല്ലദീ, ഒരുത്തരെ, അങ്ങനത്തെ ഒരുത്തർ ഇസ്മു യഹ്യ, അയാളെ പേര് യഹ്യയാണ്, അങ്ങനെയുള്ള ഒരുത്തരെ എന്നാവും അതിന്റെ അർത്ഥം. പിന്നെ തുമ്മൽ മുഗായറത്തു ബൈനഹുമ, ഇസ്മിന്റെയും മുസമ്മക്കും ഇടയിലുള്ള വ്യത്യാസങ്ങൾ ദാത്തിയ്യത്തുൻ, അത് ദാത്തിയായിരിക്കുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഇസ്മോ അൽ മൗളൂഉ ലിദ്ദാത്തി, ഒരു ദാത്തിന് വേണ്ടി വെക്കപ്പെട്ടതാണ് ഇസ്മ. തഅരീഫൻ ഔ തഖ്സീസൻ, അങ്ങനെ പേര് വെക്കൽ മാരിഫയായിട്ടാവാം, അല്ലെങ്കിൽ തഖ്സീസാക്കിയിട്ടായിരിക്കാം. എന്തായാലും അവിടെ പേര് വെക്കൽ ദാത്തിന്റെ മൗളൂആണ്. വൽ മുസമ്മ, മുസമ്മയാകുന്നത് അൽ മൗളൂഉ ലഹു, മുസമ്മ എന്ന് പറഞ്ഞാൽ ആ ഇസ്മിന്റെ മൗളൂഉ ലഹു ആണ്. ഇങ്ങനെയാണ്. തസ്മിയത്തു, പേര് വെക്കുക എന്നുള്ളത് അൽ വളു, അതാണ് വെച്ചാണ്. പേര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വളു ആയി, അത് ആ ഇസ്മിന്റെ മുസമ്മാക്കുള്ള ഇസ്മാണ് എന്നുള്ള വളു ആയി. വൽ മുസമ്മി, ഇനി പേര് വെച്ചാളോ ഈ കേസിൽ മീമിന് കേസിൽ കൊടുത്തിട്ട് മുസമ്മി എന്ന് വായിക്കാം. അൽ വാലിയോ ഇങ്ങനെ നാലെണ്ണം വരും. പിന്നെ വലു എന്ന് പറഞ്ഞാൽ തഖ്സീസു ലഫ്ളി, ഒരു ലഫ്ളിനെ പ്രത്യേകമാക്കലാണ്. മഅന കൊണ്ട് പ്രത്യേകമാക്കാം. ഇതാ ഒത്തിരിക്ക ദാലിക്കൽ ലഫ്ളു, ആ ലഫ്ളെങ്ങാനും ആണ് പേരിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ ഉഹിമദാലിക്കൽ മഅന, ആ മഅന എന്ന് മനസ്സിലാക്കപ്പെടാൻ കഴിയും. ഉദാഹരണമായിട്ട് ലറബ എന്ന് പറയുമ്പോൾ അത് അടിച്ചു എന്ന മഅനയാണ്, മുസമ്മ അടിച്ചു എന്നുള്ളതാണ്. അതിന്റെ വാളികൾ ലറബ എന്ന് വെച്ചപ്പോൾ ആ ലറബ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അതിന്റെ മുസമ്മ ഇന്നതാണ്, അടിക്കുക എന്നാണ് മനസ്സിലാവും. അപ്പൊ സെയ്ദിന് പേര് വെക്കുമ്പോൾ ആ സെയ്ദ് എന്ന് പേരുള്ള മുസമ്മ ആ സെയ്ദിന്റെ ദാത്താണ് എന്നൊക്കെ മനസ്സിലാവൂലേ? അങ്ങനെയാണ്. അങ്ങനെ അവിടെ ആ ചർച്ച കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു നബിയോട്, അഖ്ബിർനി അനിസ, ഖിയാമത്ത് നാളിനെ കുറിച്ച് എന്ന് പറഞ്ഞുതരോന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അൻ സമനി വുജൂദി യൗമിൽ ഖിയാമ, അന്ത്യനാൾ ഉണ്ടാവുന്ന സമയം അത് എപ്പോഴാണെന്ന് പറഞ്ഞുതരോന്ന് ചോദിച്ചു. ഇതാണ് പിന്നെ ചോദിച്ചത്. സുമ്മിയ ബിഹ, എന്താണ് അതിന് സാഅത്ത് പേര് വെക്കാൻ കാരണം? തൂലി സമനി, അതിന് സമയത്തിലോ ദീർഘമുണ്ട് എന്നിരിക്കേന് സാഅത്ത് പേര് വെച്ചത് ഇഅ്തിബാറൻ അവലി അസ്മിനത്തി, അതിന്റെ ആദ്യത്തെ സമയം ഏതാണോ അതുകൊണ്ട് പരിഗണിച്ചിട്ടാണ് അങ്ങനെ വെച്ചത്. കാരണം ഇന്നഹ, നിശ്ചയമായിട്ടും അത് തഖൂമു ബഅ്തത്തുൻ ബിസാ, ഖിയാമത്ത് നാള് തഖൂമു ബഅ്തത്തുൻ ബിസാഅത്തിൻ, അതൊരു സമയത്തിൽ അല്പസമയത്തിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന. എത്രത്തോളം ചോദിച്ചാൽ അത്താ ഇന്നമൻ തനാവൽ ലുഖ്മത്തൻ, ഒരു പിടി കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം വായക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ലാ യുംഖലു അത്താ യബ്തരിഹ, അത് വിഴുങ്ങി വിടാൻ വേണ്ടി വരെ അയാൾക്ക് താമസം കൊടുക്കുക ഇല്ല. അങ്ങനെ പലരും പല ഘട്ടത്തിലായിരിക്കുമ്പോൾ അത്രയും പെട്ടെന്നായിരിക്കും ഇത് വരിക. ഫഹൽ യൻദുറൂന ഇല്ല സഅത അൻ തഅതിഹും ബഗ്തതൻ ഫഖദ് ജാഅ അസ്റാത്തുഹാ, അവര് ഖിയാമത്ത് നാളിനെ അല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല, എന്നാ പെടുന്നതിന് അവർക്കത് വരും. അതിന്റെ ഷർത്തുകൾ, അതിന്റെ അടയാളങ്ങളൊക്കെ അവിടെ വന്നിട്ടുമുണ്ട്. ഇതാണ് പറഞ്ഞു കൊടുത്തത്. ഈ ഖിയാമത്ത് എന്ന് പറഞ്ഞാലോ അത്തൻ ഭാഷാപരമായി പറഞ്ഞാൽ കണക്കാക്കപ്പെടാത്ത, ഇന്നത് വ്യക്തമാക്കപ്പെടാത്ത വിധത്തിൽ ഒരു സമയത്തിന്റെ അല്പഭാഗം, ഒരു കഷ്ണം, സമയകഷ്ണം എന്ന് പറയാം, അതാണ് സാഅത്ത്. ഒബിസ്തിലാഹിൽ മുഅഖ്ഖിതീന വനഹ്വിഹിം, സമയം നിശ്ചയിക്കുന്ന ആളുകൾ, അവരെ പോലെയുള്ളവര്, അവരുടെ ഇസ്തിലാഹിൽ രാവോ പകലോ എന്താവട്ടെ, ഇത് രണ്ടിൽ നിന്നും ഒരു 24 മണിക്കൂറിന്റെ അംശമുണ്ടാവും. ആ 24 മണിക്കൂർ ഒരു അംശം എന്നിവർ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ കാല നബി തങ്ങൾ പറഞ്ഞു, മൽ മസ്തൂലു അന്നാബി ആയിരാമിന സാഹിരി, ഖിയാമത്ത് നാൾ എന്താ ഉണ്ടാകുന്നത് എനിക്കറിയില്ല, ചോദ്യകർത്താവ് നിങ്ങളെ പോലെ അറിയുന്ന ആളല്ല എന്ന് പറഞ്ഞു.
പിന്നെ ഹൈബൽ കുല്ലുനാ സവാഉ ബി അദ്മി ഇൽമി സമനി വുജൂദിഹാ, എപ്പോഴാണ് അത് ഉണ്ടാവുക എന്ന സമയത്തിനെ കുറിച്ചുള്ള അറിവില്ല. ആ അറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ഒരുപോലെയാണ് നയം. ഇന്നല്ലാഹ് എന്തോ ഇൽമുസ, നിശ്ചയമായിട്ടും അള്ളാഹിന്റെ അടുക്കലാണ് ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള അറിവ്. ഇന്ന സാഅത ആതിയത്തു നകാദു ഉഖ്ഫീഹാ, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. യസ്അലൂനക, അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, അൻ സാഅത്തി, ഖിയാമത്ത് നാളിനെ കുറിച്ച്. അയ്യാന മുർസാ, എപ്പോൾ ഉണ്ടാവുന്നു. ഖുൽ, നബിയെ പറയണം, ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അത് എന്റെ റബ്ബിന്റെ അടുക്കലാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് പറയാൻ പറ്റൂല എന്നായി. ഇന്നല്ലാഹ എന്തോ ഇൽമുസ ഇന്ന സാഅത ആതിയത്തു നകാദു ഉഖ്ഫീഹാ യസ്അലൂനക അനി സാഅത്തി അയ്യാന മുർസാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹിന്റെ അടുത്തുണ്ട്, നമുക്കറിയില്ല. ആയത്തൊക്കെ ഉദ്ധരിച്ചത് അതിനാണ്. ഒബിൽ സഹീഹി, മുസ്ലിമിന് സഹീഹിലുണ്ട്, മഫാത്തിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. ഇന്ദ്രിയാതീത ജ്ഞാനത്തിന്റെ താക്കോൽ 5ആണ്. അത് അള്ളാഹിന് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് തല ഓതും ചെയ്തു, ഇന്നല്ലാഹ എന്തോ ഇൽമുസാ, അള്ളാഹിന്റെ അടുക്കലാണ് സാഅത്തിനെ കുറിച്ചുള്ള അറിവ്. അഹമ്മദ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, ഊതീതു മഫാത്തിഹ കുല്ലി ഷൈഇൻ ഇല്ല ഖംസ്, എനിക്ക് എല്ലാ വസ്തുക്കളെയും താക്കോല് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇല്ലൽ ഖംസ്, 5 ഒഴികെ. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു, ഇൻദഹു, അള്ളാഹിന്റെ അടുക്കലാണ് ഇൽമു സാഅത്ത്, അന്ത്യനാളിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്താണെന്നൊക്കെ അള്ളാഹിന്റെ അടുക്കലാണ്. അത് ഞമ്മക്കറിയില്ല. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടിയെ എനിക്ക് തങ്ങൾ കൊടുത്തു. അതിന് 10 പറയാൻ കഴിയുള്ളൂ.